ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു രാജ്യം ആഭ്യന്തര യുദ്ധമൊക്കെ കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. എങ്ങനെയാണ് അവരതിൽ നിന്ന് കരകയറുക? ഇംഗ്ലണ്ട് ഇങ്ങനൊരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ അവർ കണ്ടെത്തിയ ഉത്തരം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവർ യുക്തിയിലും ശാസ്ത്രത്തിലും ഒരു പുതിയ ലോകം തന്നെ കെട്ടിപ്പടുത്തു. ആ ഒരു കിടിലൻ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോ ഈ ഒരൊറ്റ ചോദ്യം, ഇതാണ് സത്യം പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു നൂറ്റാണ്ടിന്റെ തന്നെ തലവിധി നിർണയിച്ചത്. ഒരു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന വിശ്വാസങ്ങളും നിയമങ്ങളുമെല്ലാം ഇല്ലാതാവുമ്പോൾ എന്തു ചെയ്യും? അവരുടെ ഓരോ രാഷ്ട്രീയ തീരുമാനവും ഓരോ ശാസ്ത്രീയ കണ്ടുപിടുത്തവും, എന്തിന് ഓരോ കവിത പോലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരുന്നു. വാ, നമുക്കൊരു ടൈം ട്രാവൽ ചെയ്യാം. നേരെ 1660-ലെ ഇംഗ്ലണ്ടിലേക്ക്. എന്താണ് അവിടുത്തെ അവസ്ഥ? ഒരു 20 കൊല്ലം നീണ്ട യുദ്ധവും പട്ടാളഭരണവുമൊക്കെ കഴിഞ്ഞ് രാജ്യമാകെ തകർന്നു കിടക്കുകയാണ്. രാജാവില്ല, നിയമത്തിൽ ആർക്കും വിശ്വാസമില്ല, പഴയ ചിന്തകളെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു. രാജ്യം ശരിക്കും ഒരു ശൂന്യതയിലായിരുന്നു എന്ന് പറയാം. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒരു കൊടുങ്കാറ്റുപോലെയായിരുന്നു. ആദ്യം ആഭ്യന്തര യുദ്ധം രാജ്യത്തെ 2 തട്ടിലാക്കി. പിന്നെ 1660-ൽ രാജവാഴ്ചയൊക്കെ തിരികെ വന്നെങ്കിലും പ്രശ്നങ്ങൾ തീർന്നില്ല. ഒടുവിൽ 1688-ൽ ഒരു തുള്ളി ചോര പോലും വീഴാതെ ഒരു വിപ്ലവം നടന്നു. മഹത്തായ വിപ്ലവം എന്നറിയപ്പെട്ട ആ സംഭവം രാജാവിന്റെ അധികാരങ്ങൾക്കൊരു പൂട്ടിട്ടു, പാർലമെന്റിന് കൂടുതൽ ശക്തി നൽകി. അതായിരുന്നു ഒരു പുതിയ ക്രമത്തിന്റെ തുടക്കം. അപ്പോ ഈ അടിയും ബഹളവുമൊക്കെ കണ്ട് മടുത്ത ജനങ്ങള് എന്തു ചെയ്തു? അവര് പുതിയൊരു വഴി നോക്കി. തീവ്രമായ വികാരങ്ങൾക്കും അന്ധമായ വിശ്വാസങ്ങൾക്കും പകരം അവർ യുക്തിയിലും ക്രമത്തിലും സ്ഥിരതയിലും ഒരു അഭയം കണ്ടെത്തി. അതുകൊണ്ടുതന്നെ ചരിത്രകാരന്മാർ ഈ കാലഘട്ടത്തിന് ഒരു പേരിട്ടു, ഓഗസ്റ്റൻ കാലഘട്ടം. അതെന്താ അങ്ങനൊരു പേര്, അല്ലേ? അത് റോമൻ ചരിത്രത്തിൽ നിന്നാണ് വരുന്നത്. റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ച് സമാധാനവും സമൃദ്ധിയും കൊണ്ടുവന്ന ആളാണ്. അതുപോലെ ഇംഗ്ലണ്ടും അരാജകത്വത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ പുതിയ ലോകം കെട്ടിപ്പോക്കിയത് 3 പ്രധാന തൂണുകളിലാണ്. ഒന്ന്, രാഷ്ട്രീയം. അവിടെ രാജാവും പാർലമെന്റും നിയമവുമെല്ലാം തിരികെ വന്നു. രണ്ടാമത്തേത്, ചിന്തയുടെ ലോകം. 1662-ൽ റോയൽ സൊസൈറ്റി സ്ഥാപിച്ചതോടെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് ഒരു വലിയ പ്രോത്സാഹനം കിട്ടി. പിന്നെ ഇതിന്റെ എല്ലാം ഒരു ക്ലൈമാക്സ് പോലെയായിരുന്നു സർ ഐസക് ന്യൂട്ടന്റെ വരവ്. പ്രപഞ്ചം താളം തെറ്റിയ ഒന്നല്ല, മറിച്ച് കൃത്യമായ നിയമങ്ങളാൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം തെളിയിച്ചപ്പോൾ അതൊരു പുതിയ ലോകം തന്നെ തുറന്നുകൊടുത്തു. അലക്സാണ്ടർ പോപ്പ് എഴുതിയ ആ വരികൾ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ മാറ്റത്തിന്റെ ആഴം. പ്രകൃതിയും അതിന്റെ നിയമങ്ങളും കൂരിരുട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ദൈവം പറഞ്ഞു, ന്യൂട്ടൺ ഉണ്ടാകട്ടെ. അതോടെല്ലാം പ്രകാശമയമായി. കണ്ടോ, ന്യൂട്ടൺ വന്നത് ഒരു പുതിയ പ്രഭാതം പോലെയാണെന്നാണ് അവർ കണ്ടത്, ഒരു പുതിയ വെളിച്ചം. പക്ഷേ ഈ യുക്തിയുടെയും ശാസ്ത്രത്തിന്റെയും വരവ് അത്ര സുഗമമായിരുന്നില്ല. അത് വലിയൊരു സാംസ്കാരിക സംഘർഷണത്തിന് തന്നെ വഴിവെച്ചു. വിശ്വാസത്തിന്റെ പഴയ ലോകവും ശാസ്ത്രത്തിന്റെ പുതിയ ലോകവും തമ്മിലൊരു വലിയ പോരാട്ടം തന്നെ നടന്നു. അതായത് ആ പോരാട്ടം 2 ടീമുകൾ തമ്മിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈഡിൽ നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോന്ന ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും, മറുവശത്ത് എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന, തെളിവ് ചോദിക്കുന്ന ഈ പുതിയ തത്വചിന്ത. അപ്പോ ഈ വലിയ മാറ്റം കണ്ടപ്പോൾ ആ കാലത്തെ കവികൾ എന്തു ചെയ്തു? അവർ മിണ്ടാതിരുന്നോ? ഇല്ല. നമുക്ക് നോക്കാം അവരുടെ കവിതകളിൽ ഈ ആശങ്കയും ആവേശവുമൊക്കെ എങ്ങനെയാണ് വന്നതെന്ന്. കവി ജോൺ ഡണ്ണിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു പേടി നമുക്ക് മനസ്സിലാകും. അദ്ദേഹം എഴുതി, ഈ പുതിയ തത്വചിന്ത എല്ലാം സംശയത്തിലാക്കുന്നുവെന്ന്. ശരിക്കും തങ്ങൾക്കറിയാവുന്ന ലോകം കൺമുന്നിൽ തകർന്നു വീഴുന്നതിൻ്റെ ഒരു വേദനയുണ്ടല്ലോ, അതായിരുന്നു അത്. പക്ഷേ ഈ കാലഘട്ടത്തിന് പേര് കൊടുത്ത ജോൺ ഡ്രൈഡന്റെ ചിന്ത വേറെയായിരുന്നു. അദ്ദേഹത്തിന് യുക്തി ഒരു ശത്രുവല്ലായിരുന്നു, മറിച്ച് ഇരുട്ടത്ത് വഴി കാണിച്ചു തരുന്ന ഒരു ചെറിയ റാന്തൽ വിളക്ക് പോലെയായിരുന്നു. എല്ലാം കാണാൻ പറ്റില്ല, എന്നാലും മുന്നോട്ടു പോകാൻ ആ വെളിച്ചം മതിയല്ലോ, അതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞ് വന്ന വില്യം ബ്ലെയ്ക്ക് എന്ന റൊമാന്റിക് കവിക്ക് ഇതൊന്നും പിടിച്ചില്ല. അദ്ദേഹം ഈ യുക്തിയുടെ യുഗത്തെ കണ്ടത് ഒരു ഉണർവായിട്ടല്ല, മറിച്ച് ആത്മാവില്ലാത്ത ഒരു ഉറക്കമായിട്ടാണ്. അപ്പോ ആരാണ് ഈ യുദ്ധത്തിൽ ജയിച്ചത്? വിശ്വാസമോ യുക്തിയോ? സത്യം പറഞ്ഞാൽ ആരും ജയിച്ചില്ല. പകരം രണ്ടും ചേർന്നൊരു പുതിയ ഒത്തുതീർപ്പുണ്ടായി. അത് സാഹിത്യത്തിലും കലയിലുമൊക്കെ പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവന്നു. അങ്ങനെ ആ സംഘർഷങ്ങൾക്ക് ശേഷം അവരെത്തിച്ചേർന്നത് സന്തുലിതാവസ്ഥയുടെയും ഒത്തുതീർപ്പിന്റെയും സംതൃപ്തിയുടെയും ഒരു കാലഘട്ടത്തിലായിരുന്നു. തീവ്രമായ ചിന്തകളൊക്കെ ഒഴിവാക്കി ഒരു മിഡിൽ പാത്ത്, അതായിരുന്നു അവരുടെ വഴി. സാഹിത്യത്തിൽ ഈ മാറ്റം ശരിക്കും കാണാമായിരുന്നു. ഒന്നാമത്, കവിതയേക്കാൾ ഗദ്യത്തിന് ഡിമാൻഡ് കൂടി. പിന്നെ എഴുത്തുകാർ കൂടുതൽ സാമൂഹികവും രാഷ്ട്രീയമായ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. വ്യക്തതയും ക്രമവും നല്ല നർമ്മവും ഇതൊക്കെയായിരുന്നു അന്നത്തെ സ്റ്റൈല്. കൂട്ടത്തിൽ ആക്ഷേപഹാസ്യം, അതായത് സട്ടയർ, ഒരു പ്രധാന ആയുധമായി മാറി.
ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഡ്രൈഡന്റെ ആബ്സലോം ആൻഡ് അക്കിറ്റോഫിൽ. അന്നത്തെ രാഷ്ട്രീയ അഴിമതികളും ഗൂഢാലോചനകളുമൊക്കെ ജനങ്ങളോട് പറയാൻ അദ്ദേഹം ഉപയോഗിച്ചത് ബൈബിളിലെ കഥാപാത്രങ്ങളെയാണ്. കലയും രാഷ്ട്രീയവും എങ്ങനെ കൈകോർത്തു പോകുന്നു എന്നതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ. അതായത് ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ ആക്ഷേപഹാസ്യമെന്ന് പറയുന്നത് കവിത സമൂഹത്തോട് നേരിട്ട് സംസാരിക്കുന്നതായിരുന്നു. വെറുതെ ഭാവനാലോകത്തിരിക്കാതെ യഥാർത്ഥ ലോകത്തെ പ്രശ്നങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കാനുള്ള ഒരു ടൂളായി മാറിയത്. അപ്പോ ഇതൊക്കെ 300 വർഷം മുൻപ് ഇംഗ്ലണ്ടിൽ നടന്ന കാര്യങ്ങളല്ലേ? നമുക്കിന്ന് എന്താണിതുകൊണ്ട് കാര്യം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളെ അതിശയിപ്പിക്കും. നമുക്ക് അഗസ്റ്റിൻ ഇംഗ്ലണ്ടിനെയും ഇന്നത്തെ ഇന്ത്യയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? അന്ന് മതവും രാഷ്ട്രീയം തമ്മിൽ വലിയ സംഘർഷങ്ങളുണ്ടായിരുന്നു. അതുപോലെയുള്ള ചില കോഴിയിളക്കങ്ങൾ ഇന്നും നമ്മൾ കാണുന്നില്ലേ? മറ്റൊന്ന്, അന്ന് ലാറ്റിൻ സാഹിത്യം ഇംഗ്ലീഷ് സാഹിത്യത്തെ ഒരുപാട് സ്വാധീനിച്ചു. ഇന്ന് നമ്മുടെ പല ഇന്ത്യൻ സാഹിത്യങ്ങളെയും ഇംഗ്ലീഷ് സ്വാധീനിക്കുന്നുണ്ട്. ചരിത്രം ഒരു തരത്തിൽ ആവർത്തിക്കുന്നതുപോലെ തോന്നുന്നില്ലേ? അതായത് ഡ്രൈഡന്റെ കാലം ഉയർത്തിയ ചോദ്യങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ശാസ്ത്രവും വിശ്വാസവും എങ്ങനെ ഒരുമിച്ചു പോകും? പാരമ്പര്യമാണോ വലുത്, അതോ പുതിയ മാറ്റങ്ങളാണോ? രാഷ്ട്രീയത്തിൽ കലയ്ക്കെന്താണ് റോള്? ഭിന്നിച്ചുപോലെ ഒരു സമൂഹം എങ്ങനെയാണ് വീണ്ടും ഒന്നാവുക? ഇതൊക്കെ ഇന്നും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയല്ലേ? അപ്പോ അവസാനമായ ഒരു ചോദ്യം, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു പുതിയ യുക്തിയുടെ യുഗത്തിലാണോ, അതോ ജോൺ ഡൺ ഭയപ്പെട്ടതുപോലെ നമ്മുടെ പുതിയ തത്വചിന്തകൾ നമ്മളെ കൂടുതൽ സംശയങ്ങളിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇതൊന്നാലോചിച്ചു നോക്കാവുന്നതാണ്. ചെറിയ ആകർഷകമായ സംഗീതം. ഒരാൾ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിന്റെ തന്നെ മുഖമായി മാറുന്നത്? അതും ഒരു എഴുത്തുകാരൻ. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആരാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേര് ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു ഭീമൻ തന്നെയായിരുന്നു അദ്ദേഹം. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ജോൺ ഡ്രൈഡൻ എന്ന വ്യക്തി ഒരു കാലഘട്ടത്തെ മുഴുവൻ നിർവചിക്കുന്ന ഒരു ശക്തിയായി മാറിയത്? നമുക്കൊന്ന് നോക്കാം. അതായത് 1660 മുതൽ 1700 വരെയുള്ള കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് തന്നെ ഡ്രൈഡന്റെ കാലഘട്ടമെന്നാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഏകദേശം 4 പതിറ്റാണ്ട്. ആ സമയത്ത് ഇംഗ്ലീഷ് സാഹിത്യം, അത് കവിതയാകട്ടെ നാടകമാകട്ടെ എന്തിന് സാഹിത്യ വിമർശനം വരെയാകട്ടെ, എല്ലാത്തിലും അവസാന വാക്ക് ഡ്രൈഡന്റേതായിരുന്നു. പക്ഷെ ചോദ്യം ഇതാണ്, അതെങ്ങനെ സംഭവിച്ചു? അപ്പോ ഡ്രൈഡനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ജീവിച്ച ആ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. കാരണം പ്രക്ഷുബ്ധമായ, അങ്ങേയറ്റം അരാജകത്വം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ കരിയർ വാർത്തെടുക്കപ്പെട്ടത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഡ്രൈഡൻ ജീവിച്ച ആ 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ട്. ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് പോവുകയായിരുന്നു രാജ്യം. ആഭ്യന്തരയുദ്ധമുണ്ടായി, ഒരു രാജാവിനെ പരസ്യമായി വിചാരണ ചെയ്ത് വധിച്ചു, പിന്നെ രാജഭരണം തിരികെ വന്നു. അത് കഴിഞ്ഞിട്ടോ വീണ്ടും ഒരു വിപ്ലവം. ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കലാകാരനായി നിലനിൽക്കുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇനി ഇതേ കാലഘട്ടത്തിലെ 2 സാഹിത്യ അധികായന്മാരെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഒരു വശത്ത് ജോൺ മിൽട്ടൺ. അദ്ദേഹമോ തന്റെ വിശ്വാസങ്ങളിൽ ഒരു പാറ പോലെ ഉറച്ചുനിന്ന ആളാണ്. എന്നാൽ മറുവശത്തോ നമ്മുടെ ജോൺ ഡ്രൈഡൻ. അദ്ദേഹം കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രത്തിനനുസരിച്ച് തന്റെ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരുന്നു. രാഷ്ട്രത്തിനൊപ്പം മാറിയ വ്യക്തിയെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണം വേണോ? ഡ്രൈഡൻ തന്റെ കരിയർ തുടങ്ങുന്നത് തന്നെ ഒലിവർ ക്രോംവെല്ലിനെ പ്രശംസിച്ചുകൊണ്ടാണ്. അതായത് രാജഭരണത്തെ ഇല്ലാതാക്കിയ ആൾ. എന്നാൽ അധികം താമസിച്ചില്ല, രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഡ്രൈഡൻ അതിന്റെ ഏറ്റവും വലിയ ആരാധകനായി മാറി. അപ്പോൾ ഇതെന്താണ്, വെറും അവസരവാദമാണോ, അതോ മാറുന്ന കാലത്ത് അതിജീവിക്കാനുള്ളൊരു പ്രായോഗിക ബുദ്ധിയാണോ? ഈ ചോദ്യം സാഹിത്യലോകത്ത് ഇന്നും വലിയ ചർച്ചയാണ് കേട്ടോ. അപ്പോ ഈ രാഷ്ട്രീയ അസ്ഥിരതയുടെ നടുവിലാണ് ഡ്രൈഡൻ തന്റെ ഏറ്റവും ശക്തമായ ആയുധം തിരിച്ചറിയുന്നത്. അതെന്താണെന്നല്ലേ? അദ്ദേഹത്തിന്റെ കവിത തന്നെ. അതെ, വെറുമൊരു കലാരൂപമെന്നതിലുപരി കവിതയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു ഡ്രൈഡൻ. തന്റെ എതിരാളികളെ ആക്രമിക്കാനും പൊതുജനങ്ങളുടെ ചിന്തകളെ തനിക്കനുകൂലമാക്കാനും അദ്ദേഹം കവിതയെ ഉപയോഗിച്ചു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ പല കൃതികളും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ആക്ഷേപഹാസ്യങ്ങളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1681 പുറത്തിറങ്ങിയ അബ്ഷാലോം ആൻഡ് അക്കിറ്റോഫിൽ. ഇതൊരു സാധാരണ കവിതയായിരുന്നില്ല. അല്ല, അതൊരു പൊളിറ്റിക്കൽ ബോംബ് തന്നെയായിരുന്നു. കാരണം ഇത് വെറുമൊരു കഥയല്ല. ആ സമയത്ത് ഇംഗ്ലണ്ടിലൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നടക്കുന്നുണ്ടായിരുന്നു. അതായത് രാജാവിന്റെ കത്തോലിക്കനായ സഹോദരനെ അടുത്ത രാജാവാകാൻ അനുവദിക്കരുത് എന്നൊരു ഗൂഢാലോചന. ഇതിനെയാണ് എക്സ്ക്ലൂഷൻ ക്രൈസിസ് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ ഈ യഥാർത്ഥ രാഷ്ട്രീയ സംഭവത്തെ ബൈബിളിലെ ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഡ്രൈഡൻ ചെയ്തത്. വളരെ ബ്രില്യൻ്റായ ഒരു നീക്കം. ആ രൂപകം എത്ര സമർത്ഥമായിരുന്നുവെന്ന് നോക്കൂ. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഷാഫ്സ്ബറി പ്രഭു, അദ്ദേഹത്തെയാണ് കവിതയിലെ ദുഷ്ടനായ ഉപദേശകൻ അക്കിറ്റോഫെല്ലായി ഡ്രൈഡൻ അവതരിപ്പിച്ചത്. ഇത് വായിക്കുന്ന ആർക്കും സംശയമൊന്നുമുണ്ടാകില്ല, ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലാകും. പക്ഷേ ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്നറിയോ? അതിന്റെ ടൈമിംഗ് ആയിരുന്നു. ഷാഫ്സ്ബറി പ്രഭുവിനെ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യുന്നതിന് തൊട്ടുമുമ്പാണ് ഈ കവിത പുറത്തിറങ്ങുന്നത്. അതോടെ പൊതുജനാഭിപ്രായം രാജാവിന് അനുകൂലമായി. ഒരു കവിതയ്ക്ക് യഥാർത്ഥ ലോകത്ത്, രാഷ്ട്രീയത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. അപ്പോൾ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം ഡ്രൈഡന്റെ ഒരു മുഖം മാത്രമായിരുന്നു. എന്നാൽ അദ്ദേഹം അതിലുമൊക്കെ എത്രയോ വലുതായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു കഴിവുകളിലേക്കൊന്ന് നോക്കാം. സത്യത്തിൽ ഡ്രൈഡന്റെ ആധിപത്യം വന്നത് അദ്ദേഹത്തിന്റെ ഈ വൈവിധ്യത്തിൽ നിന്നാണ്. അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആയിരുന്നു എന്ന് പറയാം. നോക്കൂ, അദ്ദേഹം തന്റെ കാലത്തെ ഏറ്റവും മികച്ച കവിയായിരുന്നു. അതേസമയം തന്നെ ഒരു പ്രധാന നാടകകൃത്തായിരുന്നു. അതുപോലെ മികച്ചൊരു നിരൂപകനും വിവർത്തകനും ഗദ്യരചയിതാവുമായിരുന്നു. എല്ലാ മേഖലയിലും അദ്ദേഹം തന്റേതായ മുദ്ര പതിപ്പിച്ചു. കവിതയുടെ കാര്യമെടുത്താൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ഹീറോയിക് കപ്ലറ്റ്, അതായത് ഒരേ പ്രാസത്തിലുള്ള 2 വരികൾ. ഇത് ഡ്രൈഡൻ കണ്ടുപിടിച്ച ഒന്നല്ല, പക്ഷേ അദ്ദേഹം അതിനെ പരിപൂർണമാക്കി. അതിനുശേഷം ഏകദേശം അരനൂറ്റാണ്ടോളം ഇംഗ്ലീഷ് കവിതയിലെ പ്രധാന രൂപം തന്നെ ഇതായിരുന്നു. ഡ്രൈഡന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നറിയാൻ അദ്ദേഹത്തിന് ശേഷം വന്ന ഏറ്റവും വലിയ കവികളിലൊരാളായ അലക്സാണ്ടർ പോപ്പ് പറഞ്ഞത് കേട്ടാ മതി. ഞാൻ കവിത എഴുതാൻ പഠിച്ചത് മുഴുവനായും ഡ്രൈഡന്റെ കൃതികളിൽ നിന്നാണ്. ഇതിൽ കൂടുതൽ എന്തു വേണം? അപ്പോൾ കവിത മാത്രമല്ല, അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യ വിമർശനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കാരണം ഒരു കൃതിയെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം, എങ്ങനെ അതിനെ വിശകലനം ചെയ്യണം എന്നതിനൊക്കെ ഒരു പുതിയ രീതി അദ്ദേഹം കൊണ്ടുവന്നു. വെറുതെയല്ല അദ്ദേഹത്തെ ആ പേര് വിളിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരാം. ഔദ്യോഗിക പദവികൾ നഷ്ടപ്പെട്ടിട്ടും ഡ്രൈഡന്റെ സ്വാധീനത്തിന് ഒരു കുറവും വന്നില്ല. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലനിൽക്കുന്ന പൈതൃകം? നമുക്ക് നോക്കാം. പറഞ്ഞല്ലോ, 1688 വിപ്ലവത്തോടെ അദ്ദേഹത്തിന് പോയറ്റ് ലോറൈറ്റ് അഥവാ ആസ്ഥാനകവി എന്ന പദവി നഷ്ടമായി. പക്ഷേ അതിലൊന്നും ഡ്രൈഡൻ തളർന്നില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ചില കൃതികൾ വരുന്നത് അതിനുശേഷമാണ്. പ്രായം കൂടുന്തോറും അദ്ദേഹത്തിന്റെ സർഗാത്മകതയും വിവേകവും കൂടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കൃതിയായ ദി സെക്യുലർ മാസുക്കറിൽ നിന്നുള്ള ഈ വരികൾ നോക്കൂ. ഒരു പഴയ യുഗം അവസാനിച്ചത് നന്നായി, ഒരു പുതിയത് തുടങ്ങാൻ സമയമായി. ഒരു നൂറ്റാണ്ട് മുഴുവൻ നീണ്ട സംഘർഷങ്ങൾ കണ്ടുതീർത്ത ഒരു മനുഷ്യന്റെ ക്ഷീണവും അതേസമയം ഒരു പുതിയ തുടക്കത്തിനുള്ള ആഗ്രഹവും ഈ വരികളിലുണ്ട്, അല്ലേ? താൻ അടക്കിവാണ ആ കാലഘട്ടത്തോട് അദ്ദേഹം തന്നെ വിട പറയുന്നതുപോലെ. അപ്പോൾ നമുക്ക് തുടങ്ങി ഇടത്തേക്ക് തന്നെ തിരിച്ചുവരാം. ആരായിരുന്നു ശരിക്കും ഈ ജോൺ ഡ്രൈഡൻ? തന്റെ കാലത്തെ രാഷ്ട്രീയ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച തത്വദീക്ഷയുള്ള ഒരു കലാകാരനോ അതോ കേവലമൊരു സമർത്ഥനായ അവസരവാദിയോ? ഒരുപക്ഷെ ശരിയായ ഉത്തരം ഇതിന് രണ്ടിനും ഇടയിൽ എവിടെയെങ്കിലുമായിരിക്കാം. എന്തായാലും ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിലെ ഏറ്റവും കിടിലനൊരു ഡിസ് ട്രാക്കിനെ പറ്റിയാണ്. കവിതയുടെ പേര് മാക് ഫ്ലെക്നോ. ഒന്ന് ആലോചിച്ചു നോക്കിയേ, മോശം കവിതകൾക്ക് മാത്രമായി ഒരു സാമ്രാജ്യമുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവും? വെറും വിരസതയും അസംബന്ധവും മാത്രം. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടെങ്കിൽ ആരായിരിക്കും അടുത്ത കിരീടാവകാശി, അല്ലേ? കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ഇങ്ങനെയൊരു ഭാവനയിൽ നിന്നാണ് 1882 ഇംഗ്ലണ്ടിലെ അന്നത്തെ ടോപ്പ് കവി സാഹിത്യത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടേക്ക് ഡൗൺ പ്ലാൻ ചെയ്യുന്നത്. ഇത് വെറുമൊരു കവിതയല്ല, വാക്കുകൾ കൊണ്ട് നടത്തിയ ഒരു യുദ്ധം തന്നെയായിരുന്നു എന്ന് പറയാം. അപ്പോ എന്താണ് ഈ വിരസതയുടെ കിരീടധാരണം എന്ന് പറയുന്നത്? സംഗതി ഭയങ്കര രസാണ്. ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന കവി ഒരു സാങ്കല്പിക സാമ്രാജ്യം മുഴുവൻ ഉണ്ടാക്കിയെടുത്തു. എന്തിനാണെന്നോ? ഒരൊറ്റ ആളെ മാത്രം ലക്ഷ്യം വെച്ച് കളിയാക്കാൻ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഫ്ലെക്നോ എന്നൊരു സാങ്കല്പിക രാജാവുണ്ട്. അസംബന്ധങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അധിപൻ. പ്രായമായി ഇനി ഭരിക്കാൻ വയ്യ. അപ്പോ വിരസതയുടെയും കഴിവുകേടിന്റെയും ഈ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകാൻ യോഗ്യനായ ഒരാളെ കണ്ടെത്തണം. അതിനുള്ള തിരച്ചിലിലാണ് പുള്ളി. ഒടുവിൽ രാജാവ് തന്റെ പിൻഗാമിയെ കണ്ടെത്തുകയാണ്. അത് മറ്റാരുമല്ല, സ്വന്തം മകൻ മാക് ഫ്ലെക്നോ. ഇവിടെ മാക് എന്ന വാക്കിന് മകൻ എന്നാണ് അർത്ഥം. അപ്പോ ആരാണ് ഈ ഫ്ലെക്നോയുടെ യഥാർത്ഥ സാഹിത്യപുത്രൻ? അതാണ് ചോദ്യം.
ഇവിടെയാണ് കഥയ്ക്കൊരു സിനിമാറ്റിക് ട്വിസ്റ്റ് വരുന്നത്. ഈ സാങ്കല്പിക കിരീടധാരണമൊക്കെ കൊള്ളാം, പക്ഷെ ഇതിന് പിന്നിലൊരു യഥാർത്ഥ പോരാട്ടമുണ്ട്. അക്കാലത്തെ ഇംഗ്ലണ്ടിലെ രണ്ട് വലിയ എഴുത്തുകാർ തമ്മിലുള്ളൊരു തീ പാറുന്ന മത്സരം. ഇതാണ് ആ രണ്ടുപേര്. ഇടതുവശത്ത് ജോൺ ഡ്രൈഡൻ, അന്നത്തെ ആസ്ഥാന കവി, ഒരു ലെജൻഡ്. വലതുവശത്ത് തോമസ് ഷാഡ്വെൽ, അന്ന് കത്തിക്കയറി വരുന്ന ഒരു യുവ നാടകകൃത്ത്. പോരാട്ടം ഇവർ തമ്മിലായിരുന്നു. ഇവരുടെ വ്യത്യാസങ്ങൾ കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും ഇവർ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. ഏറ്റവും പ്രധാനം രാഷ്ട്രീയം തന്നെ. ഡ്രൈഡൻ ടോറി പാർട്ടിക്കാരൻ, ഷാഡ്വെൽ വിഗ് പാർട്ടിക്കാരൻ. ഇന്നത്തെ പോലെ തന്നെ അന്നും ഇവർ കീരിയും പാമ്പുമായിരുന്നു. സാഹിത്യത്തിലോ ഡ്രൈഡൻ ഇഷ്ടം വെർജിലിനെ, ഷാഡ്വെലിന് ബെൻ ജോൺസന്. ഒത്തുപോകാനൊരു വഴിയുമില്ല. വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ ഒരു കാലത്ത് ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതെ, ഫ്രണ്ട്സ്. പിന്നെങ്ങനെയാണ് കാര്യങ്ങൾ ഇത്രയും വഷളായി ഈയൊരു അവസ്ഥയിലെത്തിയത്? നമുക്ക് നോക്കാം. നോക്കൂ, ഈ ശത്രുതയൊന്നും ഒറ്റ രാത്രി കൊണ്ടുണ്ടായതല്ല. തുടക്കത്തിൽ 1670കളിൽ ഇവർ നല്ല പ്രൊഫഷണൽ ഫ്രണ്ട്സായിരുന്നു. ഷാഡ്വെലിന്റെ നാടകങ്ങൾക്ക് ഡ്രൈഡൻ ആമുഖം വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പതിയെ സാഹിത്യത്തെ ചൊല്ലി ചെറിയ തർക്കങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ ശരിക്കുള്ള പ്രശ്നം വന്നത് രാഷ്ട്രീയത്തിലാണ്. രാജ്യത്തെ വിഗ് ടോറി പോര് മുറുകിയതോടെ ഇവരുടെ സൗഹൃദം തകർന്നു. അതൊരു തുറന്ന യുദ്ധമായി മാറി. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറും രണ്ട് എഴുത്തുകാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരുന്നില്ല. ആ കാലഘട്ടത്തിലെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു സാഹിത്യ വേർഷനായിരുന്നു ഇത്. ശരിക്കും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്. അങ്ങനെ ഈ വഴക്ക് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോഴാണ് ഡ്രൈഡൻ തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുക്കുന്നത്. അതാണ് മാക് ഫ്ലെക്നോ എന്ന കവിത. ലക്ഷ്യം ഒന്നുമാത്രം: തോമസ് ഷാഡ്വെലിനെ എന്നേക്കുമായി ചരിത്രത്തിൽ നാണം കെടുത്തുക. അപ്പോ എങ്ങനെയാണ് ഡ്രൈഡൻ ഇത് ചെയ്തത്? അദ്ദേഹം ഉപയോഗിച്ചൊരു സൂപ്പർ ടെക്നിക്കാണ് മോക്ക് ഹീറോയിക്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒരു ഒന്നിനും കൊള്ളാത്ത നിസ്സാരനായ ആളെ എടുക്കുക. എന്നിട്ട് അയാളെ ഒരു വീരനായകനെ പോലെ, ഒരു സൂപ്പർ ഹീറോയെ പോലെ വർണ്ണിക്കുക. ആ താരതമ്യം കേൾക്കുമ്പോഴേ അയാളൊരു കോമാളിയായി മാറില്ലേ? അത് തന്നെ പരിപാടി. ഡ്രൈഡന്റെ ഗെയിം പ്ലാൻ ഇതായിരുന്നു. സ്റ്റെപ്പ് 1, തോമസ് ഷാഡ്വെലിന് ഒരു കഴിവുമില്ലെന്ന് സ്ഥാപിക്കുക. സ്റ്റെപ്പ് 2, അതേ ആളെ ഒരു ഇതിഹാസ നായകനെ പോലെ ഒരു കിരീടധാരണ ചടങ്ങൊക്കെ നടത്തി ഗംഭീരമായി വർണ്ണിക്കുക. സ്റ്റെപ്പ് 3, അതായത് റിസൾട്ട് എന്താ? ഈ അസാധാരണമായ താരതമ്യം ഷാഡ്വെലിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോമാളികളിൽ ഒരാളാക്കി മാറ്റും. ബ്രില്യന്റ് അല്ലേ? ഡ്രൈഡൻ തന്നെ ഇതിനകത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. നല്ല ആക്ഷേപഹാസ്യം എങ്ങനെ ഉണ്ടാവണം? അത് വേദനിപ്പിക്കുമ്പോഴും നമ്മളെ ഒന്ന് ഇക്ലിപ്പെടുത്തുന്ന പോലെ മധുരമുള്ളതായിരിക്കണമെന്ന്. ശരിക്കും ഒരു സർജന്റെ കത്തി പോലെ മുറിക്കും, പക്ഷെ അതിലൊരു കൃത്യതയും ഭംഗിയുമുണ്ടാവും. അപ്പൊ നമ്മൾ ആലോചിക്കും, അല്ലേ, ഇത്രയും പേഴ്സണലും പൊളിറ്റിക്കലുമായ ഒരു ഡിസ്ട്രാക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ തന്നെ ഒരു ക്ലാസിക്, ഒരു മാസ്റ്റർപീസായി മാറിയത്? അതിനുള്ള ഉത്തരം ഇതാണ്. ഈ കവിത വെറുമൊരു വ്യക്തിപരമായ വഴക്കിൽ ഒതുങ്ങി നിന്നില്ല. അത് അതിനപ്പുറത്തേക്ക് വളർന്നു. ഇത് ഷാഡ്വെലിനെ കളിയാക്കുന്നതിനൊപ്പം എന്താണ് നല്ല സാഹിത്യം, എന്താണ് മോശം സാഹിത്യം എന്നതിനെക്കുറിച്ചുള്ള കാലാതീതമായ ഒരു വിമർശനമായി മാറി. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായ T.S. എലിയറ്റ് വരെ ഇതിനെ പുകഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഡ്രൈഡന്റെ കൃതികളിൽ വെച്ച് ഏറ്റവും രസകരമായതും ഓരോ വരിയിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുമായ ഒന്നാണ് ഈ കവിത എന്നാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ കവിത ഇന്നും ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? 1, അത് മോക്ക് ഹീറോയിക് എന്ന ശൈലിയെ പെർഫെക്റ്റാക്കി. 2, ബുദ്ധിപരമായ ആക്ഷേപഹാസ്യം എങ്ങനെ എഴുതാമെന്നതിന്റെ ഒരു മാസ്റ്റർ ക്ലാസ്സാണിത്. 3, ഒരു പേഴ്സണൽ അറ്റാക്കിനെ എങ്ങനെ ഉയർന്ന കലയാക്കി മാറ്റാമെന്ന് ഇത് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇതൊരു ക്ലാസിക്കായി നിലനിൽക്കുന്നത്. അപ്പോ അവസാനമായി ഒരു ചോദ്യം. ഏറ്റവും ക്രൂരമായ ഒരു കടന്നാക്രമണത്തിന് ഒരേ സമയം ഏറ്റവും ബ്രില്യന്റായ ഒരു കലയാകാൻ സാധിക്കുമോ? മാക് ഫ്ലെക്നോ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം തീർച്ചയായും സാധിക്കുമെന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ശക്തമായ, ഏറ്റവും വ്യക്തിപരമായ ഒരു തിരിച്ചടിയുടെ കഥയാണ്. ശത്രുക്കളെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ വാക്കുകളെ ഒരു വാളാക്കി മാറ്റി സ്വന്തം ജീവിതം കൊണ്ടുതന്നെ ഒരു ഇതിഹാസം തീർത്ത ഒരു വലിയ കവിയുടെ കഥ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കവിത തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ജോൺ, വേഗം ആ വാതിലടയ്ക്കൂ. എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് ഈ ആദ്യത്തെ വരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലേ? ഒരുതരം വെപ്രാളവും പേടിയുമുണ്ട് ഈ വാക്കുകളിൽ. അപ്പോ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും,
എന്തിനായിരുന്നു ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തനായ കവി അലക്സാണ്ടർ പോപ്പ് സ്വന്തം വീട്ടിൽ ഇങ്ങനെ പേടിച്ചൊളിച്ചിരിക്കുന്നത്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. അപ്പോ കഥയുടെ തുടക്കം ഇങ്ങനെയാണ്. പോപ്പ് അദ്ദേഹത്തിന്റെ ട്വിക്കൻഹാമിലുള്ള വീട്ടിൽ ഒരു തടവുകാരനെ പോലെ ഇരിക്കുകയാണ്. വീടിന് പുറത്ത് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒരു വലിയ ആൾക്കൂട്ടം തന്നെയുണ്ട്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അവസ്ഥ. ഒന്ന് സമാധാനമായിട്ടിരിക്കാനോ എഴുതാനോ പറ്റുന്നില്ല. കവികളാകാൻ നടക്കുന്നവർ, എന്തെങ്കിലും ഉപദേശം ചോദിക്കുന്നവർ, പണം ചോദിക്കുന്നവർ, അങ്ങനെ പലതരം ആളുകൾ അദ്ദേഹത്തിന്റെ വീടിനു ചുറ്റും കൂടിയിരിക്കുകയാണ്. ഈ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹം വേലക്കാരനോട് പറയുന്നത്, ഞാൻ ചത്തുപോയെന്നോ അസുഖമാണെന്നോ എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ. പക്ഷേ ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഇത്രയധികം ആളുകൾ പോപ്പിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തായിരുന്നു അതിന്റെ കാരണം? അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ടു പോകണം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തന്നെ. ആ കാലഘട്ടത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു അലക്സാണ്ടർ പോപ്പ്. യാതൊരു സംശയവുമില്ല. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ പേര്. അദ്ദേഹത്തിന്റെ സ്വാധീനം അത്ര വലുതായിരുന്നു. പക്ഷേ ആ സാഹിത്യഭീമന്റെ ശരീരം വളരെ ദുർബലമായിരുന്നു. ചെറുപ്പത്തിലുണ്ടായൊരു അസുഖം കാരണം അദ്ദേഹത്തിന് വെറും 4 അടി 6 ഇഞ്ച് ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം തന്നെ തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ നീണ്ട രോഗം എന്റെ ജീവിതം. ആലോചിച്ചു നോക്കൂ, ജീവിതം മുഴുവൻ ഒരു രോഗമായി കാണേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ. വളഞ്ഞ നട്ടെല്ല്, തീരാത്ത വേദന, ഇതിന്റെ എല്ലാം ഇടയിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോ പോപ്പിന്റെ ജീവിതം എത്രത്തോളം സങ്കീർണമായിരുന്നെന്ന് നോക്കൂ. മതത്തിന്റെ പേരിൽ നല്ല വിദ്യാഭ്യാസമോ ജോലിയോ കിട്ടാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് എല്ലാം സ്വന്തമായി പഠിക്കേണ്ടി വന്നു. പോരാത്തതിന് ഈ ശാരീരിക വേദനയും. ഇതിന്റെ എല്ലാം ഇടയിൽ അദ്ദേഹം എഴുതിയ കവിതകൾ കാരണം ശത്രുക്കളും കൂടി. ഒടുവിൽ സംരക്ഷണത്തിന് തോക്കും വലിയൊരു പട്ടിയുമായി നടക്കേണ്ട അവസ്ഥയിലായി. അപ്പോൾ സാഹിത്യത്തിലെ രാജാവായിരുന്നെങ്കിലും സമൂഹത്തിൽ അദ്ദേഹം ഒരു പുറന്തള്ളപ്പെട്ടവനായിരുന്നു. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ മുതലെടുത്തതും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹം എന്തു ചെയ്യും? ഈ ആക്രമണങ്ങളെ എങ്ങനെ നേരിടും? പോപ്പ് തിരഞ്ഞെടുത്തത് ഒരു സാധാരണ വഴിയല്ല. അദ്ദേഹം തന്റെ പേനയെ ഒരു വാളാക്കി മാറ്റി. ആ ആയുധത്തിന്റെ പേരായിരുന്നു വേഴ്സ് എപ്പിസൽ, അതായത് പദ്യരൂപത്തിൽ എഴുതിയ ഒരു കത്ത്. എന്താണ് ഈ എപ്പീസിൽ? ഇതൊരു സാധാരണ കഥല്ല. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഒരു കത്തെഴുതുന്ന പോലെ എഴുതി അത് ലോകത്തോട് മുഴുവൻ സംസാരിക്കാനുള്ളൊരു വഴിയാണിത്. ഒരേ സമയം വളരെ വ്യക്തിപരമായിരിക്കും, എന്നാൽ അതൊരു പൊതുപ്രസംഗം പോലെ ആയിരക്കണക്കിന് ആളുകളിലേക്കെത്തും. തന്റെ ഭാഗം ന്യായീകരിക്കാൻ ഇതിലും നല്ലൊരു മാർഗം വേറെയില്ല. അപ്പോ ഈ എപ്പിസിൽ എന്ന രൂപം എങ്ങനെയാണ് മാറിയതെന്ന് നോക്കൂ. ഒരു സാധാരണ കത്ത് അതൊരു പബ്ലിക് സ്പീച്ച് പോലെയായി. പിന്നെ വാദങ്ങൾ പറയാനുള്ളൊരു ടൂളായി. അവസാനം പോപ്പിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് പരിഹാസത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ഒരു ആയുധമായി മാറി. അപ്പോ ഏതൊരു നല്ല കഥയിലുമുള്ളതുപോലെ ഇവിടെയും പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ഒരു വശത്ത് പോപ്പിന് താങ്ങും തണലുമായ ഒരു സുഹൃത്ത്, മറുവശത്ത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ശത്രുക്കളും. നോക്കൂ, ഒരു വശത്ത് ഡോക്ടർ അർബത്നോട്ട്. അദ്ദേഹം പോപ്പിന്റെ സുഹൃത്തും ഡോക്ടറുമാണ്, വളരെ വിവേകിയായ ഒരു മനുഷ്യൻ. എന്നാൽ മറുവശത്തോ ലോർഡ് ഹെർവിയും ലേഡി മേരി മോണ്ടെഗുവും. പോപ്പിന്റെ കവിതയെയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയും എല്ലാത്തിനുമുപരിയായി അദ്ദേഹത്തിന്റെ ശരീരത്തെയും വരെ അവർ ക്രൂരമായി കളിയാക്കി. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ അല്ലേ? പോപ്പിനെ സഹിക്കാൻ പറ്റാത്ത ഒരൊറ്റ ആക്രമണം, അതായിരുന്നു ഇത്. ലോർഡ് ഹെർവിയും ഒരു കാലത്ത് പോപ്പിന്റെ സുഹൃത്തായിരുന്ന ലേഡി മേരിയും ചേർന്നെഴുതിയ ഒരു കവിത. അതിലവർ പോപ്പിന്റെ എഴുത്തിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശാരീരിക വൈകല്യത്തെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ അപമാനിച്ചു. അദ്ദേഹത്തിന്റെ വളഞ്ഞ ശരീരം അദ്ദേഹത്തിന്റെ ദുഷിച്ച മനസ്സിന്റെ പ്രതിഫലനമാണ് എന്നവർ പറഞ്ഞു. ഇതിലും വലുതായി ഒരാളെ എങ്ങനെയാണ് അപമാനിക്കാൻ കഴിയുക? ഇതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ. പക്ഷെ പോപ്പ് കൊടുത്തത് വെറുമൊരു മറുപടിയായിരുന്നില്ല, അത് സ്വന്തം ജീവിതം കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. ലാറ്റിനിൽ ഇതിനൊരു പേരുണ്ട്, അപ്പോളോജിയ പ്രോ വീറ്റാസ്വ. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: ഒരാളുടെ ജീവിതത്തിനായുള്ള ഒരു പ്രതിരോധം. പോപ്പ് എഴുതിയത് ഒരു കവിത മാത്രമല്ല, ലോകത്തിനു മുന്നിൽ വെച്ച ഒരു സത്യവാങ്മൂലമായിരുന്നു. അപ്പോ ഈ കവിതയിലൂടെ പോപ്പ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദുഷ്ടനല്ല. എന്നെ ആക്രമിച്ചപ്പോൾ ഞാൻ പ്രതിരോധിച്ചു, അത്രയുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന ഒരു സാധാരണ മകനാണ്. കവിത എഴുതുന്നത് എൻ്റെ സ്വഭാവമാണ്, അത് തനിയെ വരുന്നതാണ്. ചുരുക്കത്തിലെ ഒരു പരിഹാസകവിക്ക് നല്ലൊരു മനുഷ്യനാവാൻ കഴിയില്ല എന്ന വാദത്തെയാണ് അദ്ദേഹം തകർത്തത്. അപ്പോ ഈ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധത്തിൽ അവസാനം ആര് ജയിച്ചു? ആ കവിത ഇന്നും എങ്ങനെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കലയ്ക്ക് ചരിത്രത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത്. ഇതാണ് പോപ്പിന്റെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹത്തെ ആക്രമിച്ചവരെ ഇന്ന് ആരും ഓർക്കുന്നില്ല. പക്ഷെ പോപ്പോ
തനിക്കെതിരെ വന്ന എല്ലാ അപമാനങ്ങളെയും എല്ലാ വേദനയും എക്കാലത്തും നിലനിൽക്കുന്ന ഒരു മഹത്തായ കലാസൃഷ്ടിയാക്കി മാറ്റി. അതാണ് കലയുടെ ശക്തി. അത് നിങ്ങളുടെ കഥയെ മാറ്റിമറിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ച പോപ്പിന്റെ ഈ കഥ ഇന്ന് നമ്മളോട് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ അത് ആരെഴുതണം? മറ്റുള്ളവർ പറയുന്നതാണോ നിങ്ങളുടെ കഥ, അതോ നിങ്ങൾ സ്വയം എഴുതുന്നതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. 18-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ ഒരു കവിയുണ്ടായിരുന്നു. തന്റെ പേനയെ ഒരു വാളാക്കി മാറ്റിയൊരാൾ. അതെ, നമ്മൾ സംസാരിക്കുന്നത് അലക്സാണ്ടർ പോപ്പിനെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസുകളിലൊന്നായ ആൻ എപ്പിസിൽ ടു ഡോക്ടർ ആർബത്നോഡ് എന്ന ആക്ഷേപഹാസ്യകൃതിയിലൂടെ വാക്കുകൾ എങ്ങനെ ഒരു യുദ്ധം തന്നെ ജയിക്കാനുള്ള ആയുധമാകുമെന്ന് നമുക്ക് നോക്കാം. കവിത തുടങ്ങുന്നത് തന്നെ ഒരുതരം നിലവിളിയോടെയാണ്. ജോൺ, ആ വാതിലടക്ക്, വേഗം! എന്താണിവിടെ സംഭവിക്കുന്നത്? പോപ്പ് സ്വന്തം വീട്ടിലൊരു ഉപരോധത്തിലാണ്. പുറത്തുനിന്നുള്ള ലോകം അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. ഈയൊരു തുടക്കം തന്നെ മതി വരാനിരിക്കുന്നത് എന്താണെന്ന് ഊഹിക്കാനല്ലേ? അപ്പോ ആരാണീ അതിക്രമിച്ച് കയറാൻ നോക്കുന്നവർ? വെറും സാധാരണ സന്ദർശകരൊന്നുമല്ല കേട്ടോ. പോപ്പിന്റെ വാതിലിൽ മുട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പട തന്നെയാണ്. കഴിവില്ലായ്മയുടെയും നിരാശയുടെയും ഒരു പട. സ്വന്തം ജ്യോതി ഉപേക്ഷിച്ച ഗുമസ്തൻ, മദ്യപിച്ചു നടക്കുന്ന പാതിരി, എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്ന കവയത്രി, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. എല്ലാവർക്കും ഒരൊറ്റ കാര്യമേ വേണ്ടൂ: തങ്ങളുടെ നിലവാരമില്ലാത്ത കവിതകൾക്ക് പോപ്പിന്റെ ഒരു അംഗീകാരം, അദ്ദേഹത്തിന്റെ പ്രശസ്തിയുടെ തണലിലൊരിടം. പക്ഷെ പോപ്പിന് ഈ വരുന്നവരൊന്നും മനുഷ്യരായിട്ട് തോന്നിയില്ല. അദ്ദേഹം അവരെ കണ്ടത് എങ്ങനെയാണെന്നോ? പ്രാണികളായിട്ട്, കീടങ്ങളായിട്ട്, തന്നെ ചുറ്റിപ്പൊതിഞ്ഞ് ശല്യം ചെയ്യുന്ന വെറും ഈച്ചകളെപ്പോലെ. ഈയൊരു ചിന്തയാണ്, ഈയൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യത്തിന് അങ്ങനെയൊരു മൂർച്ച കൊടുത്തത്. അപ്പോ ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് കഴിവില്ലാത്ത ഇത്രയധികം ആളുകൾ എഴുതാനിറങ്ങി പുറപ്പെട്ടത്? എന്തായിരുന്നു ഈ നിരാശയ്ക്ക് പിന്നിൽ? അതിന് നമ്മൾ 18-ാം നൂറ്റാണ്ടിലെ സാഹിത്യലോകത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കണം. കാരണം പോപ്പിന്റെ കാലത്ത് എഴുത്തെന്ന് പറയുന്നത് ഒരു ബിസിനസ്സായിരുന്നു, അതിജീവനത്തിനുള്ള ഒരു കച്ചവടം. പോപ്പ് തന്നെ പറയുന്ന പോലെ വിശപ്പും കൂട്ടുകാരുടെ നിർബന്ധവുമാണ് പലരെയും എഴുതാൻ പ്രേരിപ്പിച്ചത്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അല്ലെങ്കിൽ വീട്ടുവാടക കൊടുക്കാൻ വേണ്ടി ആളുകൾ കവിത എഴുതുന്നു. കല എന്നതിനേക്കാൾ ഉപരി അതൊരു വയറ്റിപ്പിഴപ്പായി മാറി. സ്വാഭാവികമായും ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരുപാട് നിലവാരമില്ലാത്ത എഴുത്തുകാരുമുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പേട്രണേജ് സിസ്റ്റം അല്ലെങ്കിൽ രക്ഷാകർതൃത്വം വളർന്നു വന്നത്. എന്താണിത്? സിമ്പിളാണ്. പണമുള്ള പ്രഭുക്കന്മാർ കവികൾക്ക് പണം കൊടുക്കും. എന്തിന്? പകരമായി ആ കവികൾ ഈ പ്രഭുക്കന്മാരെ പുകഴ്ത്തിപ്പാടി കവിത എഴുതണം. ഇത് സത്യം പറഞ്ഞാൽ കലയെ നശിപ്പിച്ചു. മുഖസ്തുതി പറയുന്നവർക്ക് മാത്രം രക്ഷയുള്ളൊരു സിസ്റ്റം. സത്യസന്ധതയ്ക്ക് അവിടെ ഒരു വിലയുമില്ലാതായി. ഇവിടെയാണ് നമ്മൾക്ക് ആ രണ്ട് തരം കവികളെ കാണാൻ പറ്റുന്നത്. ഒരു വശത്ത് ജീവിക്കാൻ വേണ്ടി മാത്രം മുഖസ്തുതി പാടി നടക്കുന്നവർ, ഗ്രബ് സ്ട്രീറ്റ് പോലെയുള്ള ദരിദ്രമായ സ്ഥലങ്ങളിലെ വാടകമുറികളിൽ ഒതുങ്ങിക്കൂടുന്ന പാവം എഴുത്തുകാർ. എന്നാൽ മറുവശത്തോ സാമ്പത്തികമായി പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള, അതുകൊണ്ടുതന്നെ ആരെയും പേടിക്കാതെ സത്യം വിളിച്ചു പറയാൻ ധൈര്യമുള്ള അലക്സാണ്ടർ പോപ്പ്. അപ്പോൾ ഈ കാപട്യങ്ങൾക്കെതിരെ, ഈ നിലവാരമില്ലായ്മയ്ക്കെതിരെ പോപ്പ് എന്തു ചെയ്തു? അദ്ദേഹം തന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം പുറത്തെടുക്കാൻ തീരുമാനിച്ചു. എന്താണെന്നോ? മൂർച്ചയേറിയ ആക്ഷേപഹാസ്യം തന്നെ. പോപ്പിന്റെ ഫിലോസഫി വളരെ സിമ്പിളായിരുന്നു. ചുറ്റും ഇത്രയധികം തിന്മകൾ നടക്കുമ്പോൾ അതിനെപ്പറ്റി പൊതുവായി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു മാറ്റം വരണമെങ്കിൽ ആ തിന്മയുടെ മുഖമായി ജീവിക്കുന്ന ചിലരുണ്ടല്ലോ, അവരെ പേരെടുത്ത് തന്നെ പറയണം, അവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കണം, മറ്റുള്ളവർക്ക് അതൊരു പാഠമാകണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അതുകൊണ്ടുതന്നെ പോപ്പ് തന്റെ ലക്ഷ്യങ്ങളെ വെറുതെ തെരഞ്ഞെടുത്തതല്ല. അവർ വെറും മോശം കവികൾ മാത്രമായിരുന്നില്ല. അവർ പ്രതിരൂപങ്ങൾ, അഥവാ ആന്റി സെൽവ്സ് ആയിരുന്നു. അതായത് ഒരു എഴുത്തുകാരൻ എന്തായിരിക്കണം എന്ന് പോപ്പ് വിശ്വസിച്ചുവോ അതിന്റെ നേരെ വിപരീതമായി ജീവിക്കുന്നവർ. അറ്റിക്കസ്, ബൂഫോ, സ്പോറസ് എന്നൊക്കെ പേരിട്ട് അദ്ദേഹം കളിയാക്കിയ വ്യക്തികൾ പോപ്പ് വെറുത്ത എല്ലാറ്റിന്റെയും പ്രതീകങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് പോപ്പിന്റെ ഏറ്റവും ക്രൂരമായ, അതേസമയം ഏറ്റവും ബ്രില്യൻ്റായ ഒരു അറ്റാക്ക് നോക്കാം. സ്പോറസ് എന്ന പേരിട്ട് അദ്ദേഹം ലോർഡ് ഹെർബി എന്നൊരു പ്രഭുവിനെ വാക്കുകൾ കൊണ്ട് കീറിമുറിച്ചതെങ്ങനെയെന്ന് കാണാം. ആക്രമണം തുടങ്ങുന്നത് തന്നെ ഈ വരി കേട്ടോളും: ചായം പൂശിയ, നാറുകയും കുത്തുകയും ചെയ്യുന്ന ഈ ചെളിയുടെ കുഞ്ഞ്. എന്തൊരു തുടക്കമല്ലേ! ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇവിടെ പോപ്പ് സ്പോറസിനെ വെറും ചെളിയിൽ നിന്നുണ്ടായ എന്തോ ഒന്നായിട്ടാണ് കാണുന്നത്. അയാളുടെ മനുഷ്യത്വത്തെ തുടക്കത്തിലേ ഇല്ലാതാക്കുകയാണ്. ഈ ആക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. പുറമേക്ക് നോക്കിയാൽ സ്പോറസ് ഒരു ചിത്രശലഭത്തെപ്പോലെ സുന്ദരനാണ്.
എല്ലാവരെയും ആകർഷിക്കും. പക്ഷേ ആ ഭംഗിയുള്ള ചിറകുകൾക്കടിയിൽ എന്താണെന്നോ, ഒരു പാമ്പിന്റെ, ഒരു ഉരകത്തിന്റെ ശരീരം, വിഷം നിറഞ്ഞ മനസ്സ്. ഈ ഇരട്ടത്താപ്പാണ് പോപ്പ് വലിച്ചു കീറുന്നത്. ഇവിടെ തീരുന്നില്ല. പോപ്പ് പിന്നെയും മൃഗങ്ങളോടും പ്രാണികളോടുമാണ് അയാളെ ഉപമിക്കുന്നത്. സ്വർണ്ണച്ചിറകുള്ളൊരു വണ്ട്, കടിക്കാൻ പേടിയുള്ളൊരു നായ, ഹവ്വയുടെ കാതിൽ വിഷം മന്ത്രിക്കുന്നൊരു തവള, അങ്ങനെ. ഓരോ താരതമ്യവും അയാളെ മനുഷ്യനിൽ നിന്ന് കൂടുതൽ അകറ്റുകയാണ്. ഇതൊരു വാക്കുകൾ കൊണ്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. അവസാനം പോപ്പ് ഏറ്റവും വലിയ പ്രഹരമേൽപ്പിക്കുന്നു. ഹെർവിയെ ഏഥൻ തോട്ടത്തിലെ സാത്താനോടാണ് ഉപമിക്കുന്നത്. മനുഷ്യന്റെ തല, പക്ഷേ ബാക്കി ശരീരം മുഴുവൻ ഒരു പാമ്പിന്റേത്. രാജ്ഞിയുടെ ചെവിയിൽ വിഷമൂതിക്കൊടുക്കുന്നവൻ. ഇതിലും വലുതായി ഒരാളെ എങ്ങനെയാണോ വാക്കുകൾ കൊണ്ട് ഇകഴ്ത്താൻ കഴിയുക, അല്ലേ? ഓക്കെ, ശത്രുക്കളെ ഇങ്ങനെയൊക്കെ ക്രൂരമായി ആക്രമിച്ച പോപ്പ് സ്വയം പ്രവൃത്തികളെ എങ്ങനെയാണ് ന്യായീകരിച്ചത്? അദ്ദേഹം സ്വയം കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? അതിനും കവിതയിൽ തന്നെ ഉത്തരമുണ്ട്. ഇവിടെ നോക്കൂ, പോപ്പ് ഒരു ക്ലിയർ കട്ട് കോൺട്രാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഒരു വശത്ത് തന്റെ ശത്രുക്കളുടെ ദുർഗുണങ്ങൾ, അസൂയ, പണത്തിനോടുള്ള ആർത്തി, മുഖസ്തുതി. മറുവശത്ത് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നതെങ്ങനെയെന്ന് നോക്കൂ. അഹങ്കാരിയുമല്ല, അടിമയുമല്ല, പ്രകൃത്യ സത്യസന്ധൻ, നുണ പറയില്ല. അതായത് താൻ ആക്രമിക്കുന്നവരുടെ എല്ലാ തിന്മകൾക്കും നേരെ വിപരീതമാണ് താനെന്ന്, എല്ലാ നല്ല ഗുണങ്ങളും തനിക്കുണ്ടെന്ന് പോപ്പ് സ്ഥാപിച്ചെടുക്കുകയാണ്. ആ മൃഗങ്ങളുമായുള്ള താരതമ്യം ഇവിടെ പൂർണ്ണമാകുന്നു. ശത്രുക്കൾ വെറും പ്രാണികളും തവളകളും നായ്ക്കളുമാണെങ്കിൽ, താൻ ആരാണെന്നോ, ഒരു ഫാൽക്കൺ, സത്യത്തിനു വേണ്ടി വേട്ടയാടി പറക്കുന്ന ആകാശത്തിലെ രാജാവ്. ആ ഒരൊറ്റ ഇമേജിൽ എല്ലാമുണ്ട്. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഓൺലൈൻ ട്രോളുകളുടെയും രോഷപ്രകടനങ്ങളുടെയും ഈ കാലത്ത് പോപ്പിനെപ്പോലെയുള്ള നിർദ്ദയമായ ആക്ഷേപഹാസ്യം ഒരു കാലഹരണപ്പെട്ട കലയാണോ? അതോ ഇന്നത്തെ കാലത്ത് എന്നത്തേക്കാളും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണോ? ഫ്രീ സ്പീച്ചിനെക്കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ ചർച്ചകളിൽ പോപ്പിന്റെ ഈ മുഖം നോക്കാതെയുള്ള സത്യസന്ധതയ്ക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.